കാണാനൊരു പെണ്ണ് വന്നിട്ടുണ്ട്. പെണ്ണോ? ആ വാ, അകത്തേക്ക് വാ. എന്താടി? ഏട്ടനെ കാണാൻ. നീ ഒറ്റയ്ക്ക് വന്നു? എന്താ ഏട്ടാ ഇതൊക്കെ? സാരമില്ല, ചെറിയൊരു മുറിവ് ഏതായി. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്ന? അമ്മ കരച്ചിലോട് കരച്ചില്ല. ഹമീദ് സാർ അച്ഛനോട് വിവരങ്ങളൊക്കെ പറഞ്ഞു. നാട്ടിൽ എന്തൊക്കെ കഥകളാ ഏട്ടനെ കുറിച്ചെന്നറിയോ? പണ്ട് കീരിക്കാടൻ ജോസിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഇപ്പൊ ഏട്ടനെ പറ്റി പറയണത്. അതെ, അതാണ് എനിക്ക് വേണ്ടത്. ഏട്ടൻ എന്ത് വിചാരിച്ചിട്ട് എങ്ങനെയൊക്കെ ആവണത്? ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ചെറുത്ത് നിന്നു, പറ്റിയില്ല. പിടിച്ച വഴിക്ക് കിട്ടിയില്ലെങ്കിൽ പോണ വഴിക്ക്. ആർക്കു വേണ്ടിയാണ് ഏട്ടാ ഈ വേഷം? ഞങ്ങൾക്ക് വേണ്ടിയോ അതോ ഏട്ടന് ജീവിക്കാൻ വേണ്ടിയോ? ഏട്ടൻ എങ്ങനെ കഴിഞ്ഞു ഇതിന്? നീ എന്നെ ചോദ്യം ചെയ്യരുത്. നിന്റെ മുമ്പിൽ ഏട്ടൻ ചെറുതായി പോകും മോളെ. നീ കുടുംബത്തിന് വേണ്ടി വേഷം കെട്ടി ആടുന്നവളാണ്. ഏട്ടനും കെട്ടട്ടെ ഒരു വേഷം. എന്തിനാന്നറിയോ? നീ വേഷം കെട്ടി ആടാണ്ടിരിക്കാൻ. വെച്ച് വിളമ്പാൻ ഒരുപാട് ആളുകളുള്ള ഒരു വീട്ടിലേക്ക് നീ കല്യാണം കഴിച്ചു പോകുന്നത് കാണാൻ കൊതിച്ചവനാണ് ഏട്ടൻ. ഏട്ടാ, പോയതൊന്നും തിരിച്ചു പിടിക്കാൻ നമുക്ക് പറ്റില്ല. പറ്റുമടി, പറ്റും. ഏട്ടൻ തിരിച്ചു പിടിക്കും. അമ്പികേട്ടത്തെ, നീ, രമേശൻ, നിങ്ങളൊക്കെ നന്നായി കാണണം ഏട്ടന്. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും, എന്തും. കരയരുത്, നീ സമാധാനായിട്ടിരിക്കെ. ഇനി എന്റെ മോള് നാടകത്തിന് പോകണ്ട. അമ്മ ഇപ്പൊ വന്ന് കാണാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അമ്മയെ നീ പറഞ്ഞ് സമാധാനിപ്പിക്കണം. അച്ഛൻ ദേഷ്യത്തിലാണല്ലേ? കുടിച്ചു വരുമ്പോ ഓരോന്നൊക്കെ വിളിച്ചു പറയും. അല്ലെങ്കിൽ വെറുതെ ഓരോന്ന് ആലോചിച്ചിരിക്കണ കാണാം. പാവം, ആരായിരുന്നു നമ്മുടെ അച്ഛൻ? അച്ഛൻ കുടിക്കുന്നതുകൊണ്ട് നീ ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത്. ഉള്ളി നീറി എരിയുമ്പോഴാണ് കുടിക്കാൻ തോന്നുക. എന്നാ ഇനി താമസിപ്പിക്കണ്ട. കമ്പനിയുടെ ജീപ്പ് കൊണ്ട് കൊണ്ടുവിടാം. വേണ്ട ഏട്ടാ, ഞാനൊരു ഓട്ടോ വിളിച്ചു പൊയ്ക്കോളാം. എന്താ പെങ്ങള് വിശേഷിച്ച്? ഒന്നുമില്ല. നാട്ടുകാർ കീരിക്കാടൻ ജോസിന്റെ ചെങ്കോലും കിരീടവും എനിക്ക് തന്നിരിക്കുന്നു. അതിലെന്താ ഇത്ര സംശയം? കീരിക്കാടൻ ജോസ് ഇപ്പൊ ഒന്നുമല്ല. ആശാന്റെ പേര് കേട്ട ഇപ്പൊ ഞെട്ടും. എന്നെ വീഴ്ത്താൻ ഇനി മറ്റൊരു സേതുമാധവൻ എന്നാണ് വരിക എന്നറിയില്ല. അതിനു മുമ്പ് ചെയ്തു തീർക്കാൻ ഒരുപാടുണ്ട്. അതിന് പണം വേണം. ആശാന് പണത്തിനെ പഞ്ഞം. എത്ര പണം വേണം? ഒന്ന് മൂളിയാ മതി. ആ, ഒരു ബാറും ഹോട്ടലും നടത്തുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നറിയോ? അതും രാമപുരം പോലുള്ള ഒരു ചെറിയ ടൗണിൽ. സഹകരണം എപ്പോഴും ഉണ്ടാവണം. ഒരു പൈനും കൂടെ പറയട്ടെ? വേണ്ട, പോയിട്ട് ധൃതയുണ്ട്. ഞങ്ങള് മുതലാളി ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടി വന്നതാ. എന്താ കാര്യം? നിസ്സാര കാര്യാ. ആശാനൊരു അത്യാവശ്യം. ഇച്ചിരി കാശിന്റെയാ. നമ്മള് വേണ്ടപ്പെട്ടവരോട് ചോദിക്കാൻ പറ്റൂ? എത്ര കാശാ? കുറച്ച് കാശ് മതി. ഒരു 10,000 രൂപ. 10,000 രൂപയൊന്നും തരാൻ എൻ്റെ ഇല്ല. ആശാനെ, ഒരു 5,000 രൂപ മുതലാളി ഇപ്പൊ തരും. ബാക്കി പിന്നെ എപ്പോഴെങ്കിലും, അല്ലേ? ഞാനിപ്പോ എന്താ പറയാ? ഒന്നും പറയണ്ട. ഇപ്പൊ 5,000 രൂപ കൊടുത്താൽ മതി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടവരാ, അറിയാലോ. പോടാ. ഇരിക്കാശാനെ, അപ്പോഴൊക്കെ ദേഷ്യം വന്നു. ആരത്? ഞാനാ. ആരടി? എന്താ വേണ്ടത് നിങ്ങൾക്ക്? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ രാത്രിയിലോ? ക്ഷമിക്കണം. നിങ്ങൾ കുടിച്ചിട്ടുണ്ടല്ലേ? കുറച്ച്. നമ്മളൊക്കെ പിഴച്ചുപോയ ജീവിതങ്ങളാണ്. അറിഞ്ഞുകൊണ്ടാണോ? അല്ല. ഒരു കോവിലകത്ത് ജനിച്ച നിങ്ങൾ ഇങ്ങനെ SI ആകാൻ ട്രെയിനിങ് ഓർഡർ കാത്തിരുന്ന ഞാൻ ഇങ്ങനെ. വിധി നമ്മളെയൊക്കെ ഇങ്ങനെ പന്ത് തട്ടി കളിക്കുകയാണ്. കളിക്കട്ടെ. ജോസിന്റെ കൈ കൊണ്ട് മരിക്കാൻ വന്നതാണ് ഞാൻ. ജോസ് ഒന്ന് ആഞ്ഞടിച്ചാൽ ഞാനില്ല. എന്നിട്ട് ഞാൻ കൊന്നു. എങ്ങനെ കഴിഞ്ഞു എന്ന് എനിക്കറിയില്ല.
ഞാൻ കൊന്നു. ഇപ്പൊ ഇതൊക്കെ എന്തിനാ ഞങ്ങളോട് പറയണേ? നിങ്ങളെ ഞാൻ അനാഥരാക്കി. രണ്ടു ഭാഗത്തും നഷ്ടം തുല്യം. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം, എനിക്ക് എന്റെ ജീവിതം. ഇത് പറയാനാണോ രാത്രി കള്ളും കുടിച്ചു വന്നത്? കുടിച്ചപ്പോ ഇവിടെ വരാനും ഇത്രയും പറയാനും ധൈര്യം ഉണ്ടായി. എന്താത്? കുറച്ച് കാശ. ഇനി ഈ കുട്ടി നക്കാപ്പിച്ച കാശിന് ആ ജോലിക്ക് പോണ്ട. മേലാ ഒരുത്തനും നിങ്ങളുടെ നേരെ ഒന്നും മിണ്ടില്ല. ഞാൻ നോക്കിക്കോളാം എല്ലാം. ഓ, രക്ഷകർത്താവുകയാണോ? എന്റെ കടങ്ങൾ വീട്ടുകയാണ് ഞാൻ മൂലം നഷ്ടപ്പെട്ട എല്ലാവർക്കും തിരിച്ചു കൊടുക്കണം. നിങ്ങൾ കുറെ പണം തന്നാ ഞങ്ങൾക്ക് എല്ലാം തിരിച്ചു കിട്ടുമെന്നാ കരുതിയേ? ഒന്നും വേണ്ട, ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. ഞങ്ങളെ ഉപദ്രവിക്കാതിരുന്നാ മതി. അങ്ങനെ പറയരുത്. ഇത് വാങ്ങണം, എന്റെ ഒരു മനസ്സമാധാനത്തിന്. പണം തന്നാ നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടും, എനിക്കത് കിട്ടില്ല. ഇനി നിങ്ങൾ ഇവിടെ വരരുത്. പ്രായപൂർത്തിയായൊരു മോളുണ്ട് എനിക്ക്. എന്റെ മോളായി ജനിച്ചു പോയതിന്റെ ചീത്ത പേര് വേണ്ടോളം ഉണ്ട് അവൾക്ക്. അതിന്റെ കൂടെ ഇപ്പോ നിങ്ങളെപ്പറ്റിയും. അവളെ ഒരാണിന്റെ കൂടെ പറഞ്ഞയക്കണവരെ എനിക്ക് മനസ്സമാധാനം ഇല്ല. ഇനി സഹായിച്ച് ഞങ്ങളെ നശിപ്പിക്കരുത്. ഞാൻ ഇവിടെ വിവാഹം കഴിക്കാം. എന്ത് വിവാഹോ? ഓ, അപ്പൊ അതാണ് നിങ്ങളുടെ മനസ്സിലല്ലേ? ഒരിക്കലും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ എനിക്ക് കഴിയുന്നത് ഞാൻ ആലോചിച്ചു പോയതാണ്. നല്ല ആലോചന. ചട്ടമ്പിയായിട്ട് നടക്കണം നിങ്ങൾക്ക് എന്റെ മോളെ കല്യാണം കഴിച്ചു തരാനോ? ഒരു കൂലി വേലക്കാരനെ ഞാൻ സമ്മതിക്കും. ആയുസിന് പോലും ഉറപ്പില്ലാത്ത ഒരു ചട്ടമ്പിക്ക് ഞാൻ അവളെ കൊടുക്കില്ല. ഞാൻ അനുഭവിച്ചതാണ്. എന്റെ മോക്ക് ആ ജീവിതം വേണ്ട, കടന്നു പോണം. ഇനി പഠിക്കാത്ത കയറരുത് നിങ്ങള്. കേട്ടോടി, ഓരോരുത്തരുടെ മനസ്സിലിരിക്കുന്നത് കേട്ടോ. അകത്ത് പോടി. വേറെ ജോലിയോ? വേറെ എന്ത് ജോലി? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ജോലിയാണ് ഞാൻ തന്നേക്കുന്നത്. ഒരുത്തനും തരാത്ത കാശും തരുന്നുണ്ട്. അത് പോരാന്ന് പറഞ്ഞാ ബുദ്ധിമുട്ടാ. ഇനിയിപ്പോ നിങ്ങള് നമ്മുടെ ഒരാളായിട്ട് വെറുതെ ഇരുന്നാ മതി. ഇപ്പൊ രാമപുരം റേഞ്ച് ക്ലീനായി. ഷാപ്പുകളിലൊക്കെ നല്ല കച്ചവടമുണ്ട്. ഒരൊറ്റ കുഞ്ഞു പോലും മാറ്റാൻ ധൈര്യപ്പെടുന്നില്ല, കടം പോകുന്നില്ല. പിന്നെ ഈ ലോക്കൽ ചട്ടമ്പികൾ ആരും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. എല്ലാം ഒതുങ്ങി. ഇനി പാലാ റേഞ്ച് ഒന്ന് ശരിയാക്കണം. അവിടെ നമുക്ക് ധാരാളം ശത്രുക്കളുണ്ട്. അവിടെ നിങ്ങൾക്കൊരു നല്ല എൻട്രി വേണം. രാമപുരം സേതു എന്ന് കേട്ടാ ഞെട്ടണം. അത്തരത്തിലൊരു ഇൻട്രൊഡക്ഷൻ അത് ഞങ്ങൾ കളിക്കി തരാം. നല്ലൊരു അനക്കം ഉണ്ടാക്കണം അവിടെ. മൂഴിക്കുളം കുമാരേട്ടന്റെ കുത്തകയായിരുന്നു ആ റേഞ്ച്. വാശിപ്പുറത്താ ഞാൻ അതും പിടിച്ചത്. നമ്മുടെ കീരിക്കാടൻ ജോസിന്റെ അനിയൻ ഒരു ആന്റണി ഉണ്ട്. ആന്റണി ആയിരുന്നു കുമാരേട്ടന്റെ ആള്. അറിയാം. കരടി ഞങ്ങളൊക്കെ ഒരേ കളരിയാ. കരടി ഇപ്പൊ കണ്ണൂർ സെൻട്രൽ ജയിലല്ലേ? അതെ, അവനെ കുമാരേട്ടൻ പാലയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് രണ്ടുപേരെ കൊല്ലിച്ചിട്ടാ. പട്ടാ പകൽ ജനം മുഴുവൻ നോക്കി നിൽക്കേ രണ്ടുപേരെ വെട്ടി കൈയും കാലും ഒക്കെ വേറെ വേറെയാക്കി. കേസ് വന്നപ്പോ സാക്ഷികളില്ല. ഉള്ളവരുടെ വഴിയോ 10 തരത്തില് കേസ് വെറുതെ വിട്ടു. പിന്നെ ആ കരടി തലശ്ശേരിക്ക് പോയത്. അവിടെ ഇതുപോലെ 2 കോണത്തിനെ തട്ടി. ആദ്യം അവന് ഊരാൻ പറ്റിയില്ല. കാശ് ചെലവാക്കണം, എന്നാലേ കൊലപാതക കേസിനൊക്കെ ഊരാൻ പറ്റൂ. ഒരു ദിവസം പാലയിലൊന്ന് പോയി കറങ്ങിച്ചു വാ. അവിടെ നമുക്ക് 1-2 പേരെ ഒതുക്കാനുണ്ട്. ആ വക ജോലിക്ക് ശമ്പളം കൂടാതെ നല്ല തുക തരും ഞാൻ. കേസും നടത്തും, കാശ് ചെലവാക്കി തന്നെ. അതെ. ആ, ഏതാ സാധനം? ഞാൻ പോരാ. അപ്പോ ഇന്നിനി രാമൂർത്തി പോകുന്നില്ലല്ലോ? ഇല്ല, ഇന്നൊന്ന് കൂടി സന്തോഷമായിട്ട് നാളെ പോവാം. മതി മതി മതി. എന്നാ നമുക്ക് പാലയ്ക്ക് പോണ്ടത്? പോകാം. കരടി വിലസിയ സ്ഥല, നമ്മളവിടെ പുലിയായിട്ട് ഇറങ്ങണം. ആശാനെന്താ ഒരു മൂഡൌട്ട്? ഒന്നുമില്ല. കൊല്ലുന്നത് വെറും ഒരു തമാശ. ഇതുവരെ കാണുക പോലും ചെയ്യാത്ത ആളുകളെ കഴുത്ത് വെട്ടണം, അല്ലെ കഠാര കയറ്റണം. കൊന്നാലേ നമുക്ക് പേരുള്ളൂ. അതിന് പണം വേറെ. കൂടുതൽ കൊന്നാൽ കൂടുതൽ പണം, പ്രശസ്തി.
ഞാൻ പറഞ്ഞതാ. സാധനം എങ്ങനെയുണ്ട്? നാണിക്കാതെ ഇങ്ങ് അടുത്ത് വാ, മുതലാളി ഒന്ന് കാണട്ടെ. ഇവളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അത് ശരി, ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ടല്ലേ? സേതുമാധവന്റെ പെങ്ങളല്ലേ? എന്നെ ഓർമ്മയുണ്ടോ? അവനിവിടെ ഉണ്ട്, ഈ ഹോട്ടലിൽ. ഈശ്വരാ, എനിക്ക് പോണം. ഏട്ടൻ അറിഞ്ഞ? ഓ പിന്നെ, ചേട്ടൻ അറിഞ്ഞ അങ്ങ് ഒഴിഞ്ഞു പോയിക്കോളും. അങ്ങനെ ആ ബുദ്ധിയുള്ളവര്. നീ അങ്ങോട്ട് അടുത്ത് ചെന്നിരുന്നേ, ഇതൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്ക്. ആ ചെല്ലെ. എനിക്ക് പോണം. ഞാൻ വേറൊരു ദിവസം വരാം. നീ പേടിക്കൊന്നും വേണ്ട, അവൻ ഇങ്ങോട്ടൊന്നും വരാൻ പോകുന്നില്ലെന്നേ. ഇന്നും നാളെയും നമ്മൾ ഈ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നില്ല. പോരെ? അറിഞ്ഞാ തന്നെ റിഹേഴ്സലാന്നങ്ങ് പറയണം. ആ താൻ പോ, എന്നിട്ട് വേണം ഞങ്ങൾക്ക് വാതിലടയ്ക്കാൻ. എന്നോട് ഒരാൾ കൊണ്ടുവന്ന ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഇവളാണെന്ന് അറിയുന്നത്. അറിഞ്ഞപ്പോഴെങ്കിലും നിനക്ക് ഒഴിവാക്കാൻ ഞാനാണോടെ കുറ്റക്കാരൻ? ഇനി വല്ല പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ടേ ആകെ നാളില്ലേ? ഇനി എന്തോന്ന് ഓറാൻ നിന്നെ തുറക്കാൻ, വാതില് തുറക്കാൻ. തുറന്നില്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊളിക്കും. വാതില് തുറക്കാൻ. എല്ലാം അറിഞ്ഞുകൊണ്ടാണല്ലേ? നിങ്ങളാണോ അച്ഛൻ? നിങ്ങളാണോ ഞങ്ങളുടെ അച്ഛൻ? നിങ്ങളാണോ ഞാൻ അച്ഛാന്ന് വിളിച്ചത്, സ്നേഹിച്ചത്, മാനിച്ചത്, ആരാധിച്ചത്?